ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ട്. സിന്തറ്റിക് ഉണ്ട്, വീഡ്, ഗാഞ്ച ഉണ്ട്. ഇതിൽ ഏറ്റവും ആ, വലിയ സിവിയർ അല്ല, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഇറ്റ് ഈസ് വെരി സിവിയർ, ഏതൊക്കെ ആയിരിക്കും ഒരു കാറ്റഗറി? നമുക്ക് അങ്ങനെ ഒരു ഹൈയാർക്കി ഇതിൽ ഇന്നത് ചെയ്യാം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈവൺ എ സിംഗിൾ യൂസ് ക്യാൻ ഹാവ് എ ലൈക്ക് ഇപ്പൊ സ്മോക്കിംഗ് ആണ് മോസ്റ്റ് അഡിക്റ്റീവ് സബ്സ്റ്റൻസ്. നമ്മൾ വിചാരിക്കുക സിംഗിൾ ഇതാണ്. ഈവൺ ഒരു സിഗരറ്റ് വലിച്ചാൽ നമ്മൾ അഡിക്റ്റഡ് ആവാം. എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്ന ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ക്രേവിങ് പോയിട്ടില്ല. അദ്ദേഹം സ്മോക്ക് ചെയ്യണില്ല, പക്ഷെ ക്രേവിങ് പോയിട്ടില്ല. അപ്പൊ ഏതാണ് അഡിക്റ്റീവ് ആവണമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, സിംഗിൾ യൂസിലെ ചിലപ്പോൾ ആൽക്കഹോൾ തന്നെ ഫസ്റ്റ് യൂസ് ആയിരിക്കാം, ചിലപ്പോൾ അതിലായിരിക്കാം നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓവർഡോസ് ആകണത്, എന്തിലും സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഒരു ഡ്രഗ് ലീസ്റ്റ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഡിപ്പെൻഡ്സ് ഓൺ സെനേരിയോസ്. പിന്നെ ഒരു ഡ്രഗ് കാറ്റഗറിയിലെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഡെഡ്ലി റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് ഫെന്റനൈൽ എന്ന് പറയുന്ന ഡ്രഗാണ്. കാരണം അത് പലപ്പോഴും പല ഇതിലും കോമ്പിനേഷനായിട്ട് ആളുകൾ ഉപയോഗിക്കും. അപ്പോൾ IV യൂസും അത് അവരറിയാതെ തന്നെ ഓവർഡോസ് ആകുകയും പല ഡെത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ലീസ്റ്റ് ഇത് കുഴപ്പമില്ല, ഇത് നല്ലതാണ്, അങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഡ്രഗ്സിന്റെ കാര്യത്തിൽ.